സോ ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു ഡെസ്റ്റിനേഷനിലാണ്. എന്തിനാന്നല്ലേ, നമ്മുടെ സൂപ്പർ അമ്മയും മകളും ഷോയിലെ മറ്റൊരു സൂപ്പർ അമ്മയ്ക്കും മകൾക്കും ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് ആരാന്നല്ലേ? യെസ്, സ്മിഷ ആൻഡ് മഹാലക്ഷ്മി. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരമായിട്ടുള്ള ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ട്രിവാൻഡ്രത്തെ കോവളം എന്ന് പറയുന്ന സ്ഥലത്ത്. Casa non te porta, non te cai logo pasha. ഹായ് ഹായ്, എന്താന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? ടാസ്ക് എന്താ? ഐഡിയ ഇല്ല, കടലിലേക്ക് ഇറങ്ങാൻ പറയാതിരുന്നാൽ മതി. ഞാൻ ടാസ്ക് എന്താന്നുള്ളത് പറയട്ടെ. പറഞ്ഞു. ഓക്കെ. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാഗിൽ കുറച്ച് ലോട്ടറീസ് ആണ് ഉള്ളത്, ലോട്ടറി ടിക്കറ്റ്സ്. ഓക്കെ. സോ ഇതിൽ 6 ടിക്കറ്റ്സ് ആണ് ഉള്ളത്. സ്ത്രീ ശക്തി എന്ന് പറയുന്ന ടിക്കറ്റ്സാണ്. അതായത് ഇപ്പം സെല്ല് ചെയ്യുമ്പോഴത്തേക്കും വിമൻ എംപവറിനെ ചെയ്ത് രീതിയിൽ സംസാരിച്ച് വരുന്ന രീതിയിലായിരിക്കണം ഇത് സെല്ല് ചെയ്യുന്നത്. അതെ, ഓക്കെ. സോ ഈ 6 ടിക്കറ്റും വിറ്റ് അവസാനം വരുമ്പോഴത്തേക്ക് എനിക്ക് കാശുമായിട്ട് വേണം വരാൻ. ഉറപ്പായിട്ടും. റെഡി? ഉറപ്പാണ്. റെഡി അല്ലേ മോളെ? റെഡിയാണ്. അമ്മ ഹെൽപ്പ് ചെയ്യില്ലേ നല്ല രീതിയിൽ വിൽക്കാനായിട്ട്? നിങ്ങൾക്ക് എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണോ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. തിങ് ഈസ്, ഇത് വിറ്റ് എൻ്റെ കയ്യിൽ കാശ് കൊണ്ട് തരും. തകർത്തു വരും അല്ലേ പിങ്കിക്കുട്ടി? യെസ് നൂറ. ഓൾ ദി ബെസ്റ്റ്. ഇത് വേണമെങ്കിൽ കാശ് ഇടാനായിട്ട് ബാഗ്. ഓക്കെ. Can take one lottery. It's for women's environment. ഒരു സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെയാണ്. 40 രൂപയുള്ളൂ. 40 രൂപയുള്ളൂ. നിങ്ങൾ തന്നെ എടുത്തോ. ലക്കി നമ്പർ നിങ്ങൾക്ക് ഏതാണോ ലക്കി നമ്പർ എടുത്തോ. ഇതിലുള്ളവരെ എടുക്കാവേ. ചില്ലറ ഉണ്ട് 40 രൂപ കാണും. പെറുക്കി കഴിഞ്ഞാൽ കാണും എല്ലാവരുടെയും. അതെ, ഓക്കെ. ഒരു 20, 40. ആവാ, സോ താങ്ക് യു. അപ്പൊ 75 ലക്ഷം കിട്ടുമ്പോ അടിക്കണേ. ഇത് സ്ത്രീ ശാസ്ത്രീകരണം, നമ്മളെ കേരള ഗവൺമെന്റിന്റെ സ്ത്രീ ശാസ്ത്രീകരണ ഭാഗ്യക്കുറിയാണ്, സ്ത്രീ ശക്തി ഭാഗ്യക്കുറിയാണ്. ഓക്കെ, നാളെയാണ് അതിനോട്ട്. 40 രൂപയുള്ളൂ. ഒരു ലോട്ടറി എടുക്കാമോ? ഒരു ലോട്ടറി. ഇത് സ്ത്രീ ശാസ്ത്രീകരണം അതൊന്നുമില്ല, അത് അവരൊരു ഇത് ആക്ച്വലി ഒരു സ്ത്രീ ശാസ്ത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് 40 രൂപ പ്ലീസ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞു. ഞാൻ തരട്ടെ. അപ്പോൾ ഇത് 75 ലക്ഷമാണ്. നാളെയാണ് 10 രൂപ ബാലൻസ്. നാളെയാണ് ലോട്ടറി. കെൻ യു ടേക്ക് വൺ ലോട്ടറി? ഒരു ലോട്ടറി എടുക്കാം. ഒരു ലോട്ടറി എടുക്കാവോ? ഒന്ന് പ്ലീസ്. ഒരു സ്ത്രീ ശാസ്ത്രീകരണ സ്ത്രീ ശക്തിയുടെ ഭാഗ്യക്കുറി ലോട്ടറി. 40 രൂപയുള്ളൂ. 40 രൂപയുള്ളൂ ബ്രോ, പ്ലീസ്. ഗൂഗിൾ പേ ഞാൻ ഉണ്ടോ? അടിപൊളി. താങ്ക് യു. കെൻ യു ടേക്ക് വൺ ലോട്ടറി? लॉटरी 40 रुपीस ओनली. केरला बाइक ऑनलाइन में चेक करो, ऑनलाइन में. ओके. हाँ, 40 ना 60. आई वांट टू गिव यू 60 ऑल्सो. आपका पास चेंज है? चेंज 40 है. एक मिनट. हाँ, और चेंज उണ്ടോ? 100 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ? എനിക്ക് ചേഞ്ച് ഫോർ ദിസ് 80 ഉള്ളത് മതിയോ? ഒരു 100 രൂപയ്ക്ക് ചേഞ്ച് ചെയ്ത് ആരെങ്കിലും. കെൻ യു ഗിവ് ചേഞ്ച് പ്ലീസ്? ഒരു 20 ആരെന്താ? അല്ല പ്ലീസ് മോനെ, ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ? കൂടില്ല. ഹാപ്പി. താങ്ക് യു. നാളെയാണ് നാളത്തെ കേരള. നിങ്ങളാണ് നാളത്തെ ഭാഗ്യവാൻ. നാളെയുടെ വാഗ്ദാനം 50 ലക്ഷം രൂപയും ഒരു പച്ച മാരുതി കാറും. സാറേ, കണ്ണുകൊണ്ടുകൂടാത്ത പാവമാണ് സാറേ. ഒരു ലോട്ടറി എടുത്ത് സാധിക്കണം സാറേ, ഒരു ലോട്ടറി. ശ്രീ ശാസ്ത്രി ടിക്കറ്റാണ് കേരള ഗവൺമെൻറ്റിൻ്റെ. ലാസ്റ്റ് ഒരു ടിക്കറ്റും കൂടി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാം. 40 രൂപ. കണ്ണുകൊണ്ടുകൂടാത്തവനാണേ സാറേ. എന്നെ അപ്പുറത്തെ വഴിയൊരു നാക്കോ ഉറപ്പായി. എവിടെയാ പോണ്ട? അങ്ങ് ആ വളവ് ഇല്ലേ അവിടെ. അതൊക്കെ നല്ല തിരക്കാണ്. തിരക്കാണ്. അതെ, അവിടെ പിടിക്കണം. കൈ പിടിക്കാം. എന്താ കുഴപ്പമില്ല, വന്നോളൂ. കൈ പിടിച്ചാൽ മതിയാ. പേരെന്താ നിങ്ങളെ? പേര് സ്മിഷ. ആര്? സ്മിഷ. സുഷേ? സ്മിഷ. നിങ്ങളെ പേരെന്താ? എന്റെ പേരാ മണി. മണിയനാ? മണി.
വീട്ടിലാരൊക്കെ ഉണ്ട്? വേയില്ല നിങ്ങളിവിടെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഞാനും ആ ലോട്ടറിക്കാരിയാണോ? ഞാൻ ലോട്ടറിക്കാരിയല്ല, ഞാൻ ഒരു പരിപാടിന്റെ ഭാഗമായിട്ട് ലോട്ടറി വിൽക്കാൻ വന്നതാ. അല്ല ലോട്ടറിയുടെ ഒരു മണം ഉണ്ടല്ലോ ലോട്ടറിയുടെ കയ്യില്. ആര് ആരാ? അല്ല ഞങ്ങള് കുടുംബത്തോടെ ലോട്ടറി വിൽക്കാൻ ഇറങ്ങിയത്. നിങ്ങൾ ആരാണ്? കേരള സർക്കാരിന്റെ എല്ലാം ഉണ്ടല്ലോ. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ്. എന്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ? നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് എനിക്കത്. ആര്യ മോള് നിങ്ങൾക്ക് കണ്ടുവന്നില്ലെന്ന് പറഞ്ഞു കൊടുക്കും. അല്ല ഞങ്ങൾ കുടുംബത്തോടെ ലോട്ടറി വിൽക്കാൻ ഇറങ്ങിയതാണ്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിതാരാണ്? ആദ്യം അത് പറയും. ഞങ്ങളെ കുടുംബത്തെ ശലിച്ച നിങ്ങളെ നിങ്ങൾ ആരെന്ന് പറ ആദ്യം. ഞാൻ പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റിഗേഷൻ എന്ത് ഇൻവെസ്റ്റിഗേഷൻ പല ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു കാർഡ് കാണിച്ചെന്ന്, മോള് ഏതെങ്കിലും ഒരു കാർഡ് കാണിച്ചേ. അല്ല നിങ്ങളവിടെ നിൽക്കി, നിങ്ങൾ ഇവരവിടെ നിൽക്കി. ഇത് തീരുമാനം നിങ്ങൾ ആദ്യം, നിങ്ങൾ ഏത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്? ഞങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ കുടുംബം എനിക്ക് കണ്ടറിഞ്ഞൂടെ? കുടുംബം കിടുമ്പൊക്കെ അവിടെ ഞങ്ങളിപ്പോ കുടുംബം തന്നെ സമ്മതിച്ച്. ഞങ്ങൾ കുടുംബം, നിങ്ങൾ ആരാണ്? അല്ല നിങ്ങൾ ഞങ്ങൾ കുടുംബം, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ? പിള്ളേരെ കൊണ്ട് വീട്ടിലാണ്. പിങ്കിനെ നോക്കണേ. അല്ലല്ല പിങ്കിനെ നോക്കണേ. നിങ്ങൾ ആരെന്ന് പറയാതെ അവിടേക്ക്. നിങ്ങൾ ആരെന്ന് പറ. ഇത് തീരുമാനം. എവിടെ വാ? പോലീസ് സ്റ്റേഷനിലെ വാ. എന്റെ മോളൊന്ന് നോക്കണേ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഒന്നുമില്ല. നിങ്ങൾ ആദ്യം ഒരു കാർഡെങ്കിലും, നിങ്ങൾ എന്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിങ്ങൾ പറ. വാ മോളെ നോക്കണേ. അരുണെ മോളെ നോക്കണേ ഒന്ന്. സതീഷേട്ടാ മോളെ ടേക്ക് കെയർ ചെയ്യണേ. അവൾ കൈവിട്ട് വരുത്. നിങ്ങൾക്കുള്ള സാധനം ഞാൻ വെച്ചേക്കാം. അവിടെ കേട്ടെ. ഇതെന്താ സംഭവം നിങ്ങളടുത്ത് പറയാൻ ആരും പറയണ്ട. നിങ്ങൾ ആരെന്ന് ആദ്യം പറ. എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? നിങ്ങൾ ആരാ? ഹൂ ആർ യു? ജസ്റ്റ് ടെൽ മീ. കാണിച്ചാ എന്റെ മോളെവിടെ? മോളെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും നിനക്ക്. സതീഷ് ഏട്ടാ മോളെ വെച്ച് കളിക്കല്ലേ. മോളെവിടെ? അവളെ പേടിക്കും കരയും. അതെന്ന് നിങ്ങളടുത്തല്ലേ ഞാൻ തന്നത്? എന്തെന്ന് ഷൂട്ടിന്റെ അടുത്ത് ഒരു കുട്ടീനെ നോക്കാൻ ഉത്തരവാദിത്തമില്ലാത്ത നിങ്ങൾ എന്തോന്ന് ചാനലിന്റെ ആൾക്കാർ? ആരോണ് ഒരു കൊച്ചിനെ നോക്കാനുള്ള ഇതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ഉത്തരവാദിത്തത്തിലാണ്? നിങ്ങളെ ഉത്തരവാദിത്തത്തിലാണ് ഞാൻ ഇവിടെ. ഓക്കെ എടേ ഈ ഇട്ടാപ്പെട്ടതിന് കുഞ്ഞെവിടെ ഉണ്ടാവും? എടാ കൊച്ചെവിടെടാ? നിനക്കറിയാതൊന്നുമില്ല. പോയേ കളിക്കല്ലേ. ഇവിടെ അവിടെ വരെ പോയപ്പോൾ കുഞ്ഞുണ്ട് നമ്മളെ തന്നു. നമ്മൾ ആ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ട് നമ്മൾ എടുത്താണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വിളിക്കാൻ സതീശനെ വിളിച്ചപ്പോൾ നമ്മൾ ചാടിപ്പോന്നാണ്. എയർ പോസ്റ്റിൽ പോലീസുകാരുണ്ടെന്ന്. ഒരു കുഞ്ഞിനെ കണ്ടായിരുന്നു മോളെ. അരുണ് സതീഷ് ഏട്ടാ ഞാൻ പറഞ്ഞതാണ് കൊച്ചിനെ പിടിക്കണം. കൊണ്ടിറങ്ങുന്നതാണ് 6 വയസ്സുള്ള കൊച്ചുങ്ങൾ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ക്രൗഡ് ക്രീഡു എന്നൊക്കെ പറയാം? 6 വയസ്സുള്ള കൊച്ചുങ്ങൾ എന്തർത്ഥത്തിലാണ് റോഡിൽ ഉപേക്ഷിച്ച് പോകുന്നത്? ഞാൻ ചോദിച്ചു നിങ്ങളുടെ കൂടെ ഒരു ടാസ്കിന് വന്നല്ലേ? ഞാൻ നോക്കണേ എനിക്ക് നീയും അല്ലല്ല കിച്ചുവും സതീഷ് ചേട്ടൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞത്. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പിങ്കിന്റെ കാര്യത്തിൽ മാത്രം ഞാനൊന്ന് പേടിച്ചു. അത് മാത്രമായിരുന്നു. മറ്റേതൊക്കെ പിന്നെ ടിക്കറ്റൊക്കെ ആയിടോണ്ടേ
ഇപ്പം അതെന്ത് ഫാസ്റ്റ് ആയിട്ടാ വിച്ച് ഇന്നല്ലാതെ. ഞാൻ തന്നത് എല്ലാം 6 തീർത്തു. അതില് 2 പേര് അവർക്ക് ചേഞ്ച് ഇല്ലെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെച്ചോളാൻ പറഞ്ഞു. പിന്നെ എന്റെ ഈ ശരീരമൊക്കെ കണ്ടപ്പോഴത്തേക്ക് പാവം മെലിഞ്ഞ കുട്ടിയല്ലേ, വല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചോട്ടെ എന്നൊക്കെ തോന്നിട്ട് റിയാലിറ്റിയിലങ്ങ് കഴിയും. എനിവേ താങ്ക് യു. 200, 220, 240 നമ്മൾ 6 ടിക്കറ്റിന്റെ 20 രൂപ ലാഭം. 20 അല്ല 30 രൂപ ലാഭം. ഭയങ്കര മനോഹരമായി പെർഫോം ചെയ്തു. കമന്റ്സ് എങ്ങനെയാ നോക്കാം. താങ്ക് യു.